അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ? ഇതിന് ഞങ്ങൾ കണ്ണൂരുകാർ കിണ്ണത്തപ്പം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കറിയില്ല. കറുത്ത ഹൽവ എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കറുത്ത ഹൽവ എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ണൂരുകാർക്ക് ഇത് കിണ്ണത്തപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോണ കിണ്ണത്തപ്പാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടൂല. വീട്ടിലുണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോണത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ആ റിസൾട്ട് ഉണ്ടല്ലോ, അതൊരു അടിപൊളിയാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് കൊതി മാറില്ല, അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ ചുമ്മാ പറയല്ല, ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ തന്നെ തോന്നും, ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1.5 കപ്പ് ശർക്കര എടുക്കുന്നുണ്ട്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഞാനിത് ഒന്ന് കല്ല് വെച്ച് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുക, എന്നാലേ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, കട്ടിയുള്ള പാലല്ല. കട്ടിയുള്ള പാൽ 1 കപ്പ് നമുക്ക് വേണം. അപ്പോൾ അത് ഓൾറെഡി ഒന്ന് എടുത്ത് വെച്ചാൽ മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ എടുത്തു. അതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2-ാം പാൽ എടുത്തു. ഇപ്പോൾ അതാണ് ഞാൻ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ല പോലെ അലിഞ്ഞിട്ടുണ്ട്, ഒട്ടും കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കണ്ണൂർ സ്റ്റൈലാണ് ചെയ്യുന്നതെങ്കിൽ പച്ചരി കുതിർത്തി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല പെർഫെക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നല്ല പോലെ കട്ട് ചെയ്യുന്നില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടി വേണേലും എടുക്കുക, കുഴപ്പമില്ല. ഇപ്പം ഞാനിതൊരു സോസ് പാനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസ് പാനേക്കാൾ ഒത്തിരി നല്ലത് എന്താണെന്ന് വെച്ചാൽ വല്ല ഉരുളിയൊക്കെ എടുക്കുകയാണ്. കാരണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേണം റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ വല്ല ഉരുളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഇരുമ്പിൻ്റെയൊക്കെ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാണ് ഏറ്റവും നല്ലത്. അടി കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുക. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് കുറേ സമയം കൂടുതൽ വേണം, കാരണം ഇതിൽ അത്രയും ചൂട് പിടിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെക്കണം. ഇനി ഫുള്ളായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. വലിയ പണിയൊന്നുമില്ല, നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്താലും മതി, പക്ഷേ ഇതിലൊരു നോട്ടം ഉണ്ടാവണം എപ്പോഴും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയി, ഒന്ന് കുറുകി നല്ലോണം വന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. സമയം ഞാൻ ഏകദേശം കണക്കാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അങ്ങ് അടുക്കി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അത് വലുതായിട്ട് അങ്ങ് ടെൻഷൻ ആവേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1-ാം പാൽ എടുത്ത് വെച്ചില്ലേ, നല്ല കട്ടിയുള്ള പാൽ, അത് 1 കപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽ മുഴുവനായിട്ട് അതിൽ നല്ല പോലെ പിടിക്കണം, പുറത്തൊന്നും ആവാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പാൽ ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ വീണ്ടും ലൂസാവും. അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് അത്യാവശ്യം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പഴയ പോലെ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 50 മിനിറ്റൊക്കെ ആയി, ഏകദേശം ഒരു 10 മിനിറ്റ് പിന്നെയും കഴിഞ്ഞു. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യാണെങ്കിൽ ഇതിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല തിളക്കം ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ കുറുകി ഒന്ന് അടിയിലൊക്കെ ഒന്ന് കട്ടിയിൽ വന്നിട്ടുണ്ട്. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നല്ല തിളക്കമില്ല നമ്മുടെ കിണ്ണത്തപ്പത്തിന്. നമ്മൾ നെയ്യ് ചേർക്കുമ്പോഴാണ് ഇത്ര തിളക്കം ഉണ്ടാവുന്നത്. ചില ആൾക്കാർ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നെയ്യിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. നെയ്യിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്ക് പകരമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മിക്സായി, നെയ്യൊക്കെ ഇതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് ഉരുളിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് 1 പിടി കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്രഷ് ചെയ്തിട്ടോ വലിയ പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ഇതിപ്പോൾ അടിയിലൊക്കെ പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ നല്ലപോലെ നമ്മൾ ചേർത്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഇതിൻ്റെ പരുവം. ഇപ്പോൾ ഇത് അടിക്ക് പിടിക്കണോണ്ട് തന്നെ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം ഒരു 3/4 ഭാഗത്തിന് മേലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റും ആയി ഏകദേശം. ഇതിന് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടോ, താഴെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് എണ്ണ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ റെഡിയാവും. ഇത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇപ്പം നമ്മുടെ ഈ സ്പൂണിൻ്റെ കൂടെ തന്നെ ഇത് വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതിങ്ങനെ ഇളകണ കണ്ടോ, ഒട്ടും നമ്മുടെ പാത്രത്തിൽ ഇനി ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ 1.5 മണിക്കൂറായി. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇത്രയും ചെയ്താൽ മതി. ഇപ്പം നല്ല പോലെ ഇത് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം മാറി നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കര കുറച്ചും കൂടെ കളറില്ലാണെങ്കിൽ ഇനിയും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ സ്പൂണിലും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ ഇത് നമുക്കിങ്ങനെ കറക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നെയ്യ് തടവി ഒരു പ്ലേറ്റിനകത്തോ വേറെ എന്തെങ്കിലും പാത്രത്തിനകത്തോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അത്ര കട്ടിയുള്ള കിണ്ണത്തപ്പം അല്ല കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ തിക്നെസ് വരുന്നത്. നല്ല പോലെ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇതിനി നല്ല പോലെ ചൂടാറിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് സൈഡൊന്നും വിട്ട് വന്നിട്ടില്ല, ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പാത്രം കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് എൻ്റെ കിണ്ണത്തപ്പം കുറച്ചും കൂടെ തിന്നായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് കട്ട് ചെയ്യുക, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. വളരെ സോഫ്റ്റാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സോഫ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പം അതിനേക്കാൾ എത്രയോ ഇരട്ടി ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ അത്ര സോഫ്റ്റാണ്, നമുക്ക് വായിലിടുമ്പോഴേക്കും അങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ചുമ്മാ പറയാമല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെല്ലൈക്കൺ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.